ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബ് തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് പറയാമെന്ന്. അപ്പോൾ ആ കാരണം ഞാൻ പറയാം കേട്ടോ. എല്ലാവരും പറയാറുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതേ എനിക്കൊരു സമയം പോക്കിനാണ്, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. ഒരു പരിധിവരെ അത് ശരിയാട്ടോ. പക്ഷേ ഞാൻ മെയിനായിട്ടും മറ്റുള്ളവരുടെ ഓരോ വീഡിയോസുകൾക്കൊക്കെ നല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനൊരു വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ എല്ലാവരും എന്നെയും സപ്പോർട്ട് ചെയ്യുമല്ലോ, അപ്പോൾ എനിക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെയും പ്രതീക്ഷ. പക്ഷേ എല്ലാവരെയും പോലെ എത്തിപ്പെടാൻ പറ്റിയില്ല. കാരണം എൻ്റെ വീഡിയോസുകൾ തന്നെയാവും. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഞാനെപ്പോഴും വീഡിയോസ് എടുക്കുന്നതിന് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്നും ഒരു പെർഫോം ചെയ്യാനായിട്ട് ഇടുന്ന വീഡിയോയ്ക്ക് പോലും പറ്റുന്നില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോസുകളൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു. എനിക്കൊരു 650ഓളം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നുണ്ടായി. പിന്നെ അതിന് ശേഷം അങ്ങോട്ട് ഒരു 750 767 ആയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒരു 3 മാസം കൊണ്ടാണ് അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് വീണ്ടും വന്നത്. എന്തായാലും മനസ്സ് മടിച്ചൊന്നും ഞാൻ പുറകോട്ട് പോകണില്ല, മുന്നോട്ട് തന്നെ പോകും. എൻ്റെയും ലക്ഷ്യം ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടും എന്ന് തന്നെയാണ്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഓരോ അമ്മമാരും പ്രായം ചെന്നവരൊക്കെ ആണെങ്കിലും ഇതിനകത്ത് വീഡിയോസുകൾ ഇടുന്നതൊക്കെ അവർക്കൊരു ചെറിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. അങ്ങനെയാണ് ഞാനും തുടങ്ങിയത്. പിന്നെ ഇത് തുടങ്ങിയതിൻ്റെ പിന്നിൽ എനിക്ക് ശാരീരികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പെട്ടെന്നുണ്ടായി. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വളരെ ക്ഷീണിച്ചു, 10 കിലോയോളം കുറഞ്ഞു. അപ്പം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൂലിപ്പണിക്കാണെങ്കിലും പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ്റെ മോള് പറയുന്നത് യൂട്യൂബിലൊരു വീഡിയോസൊക്കെ എടുത്തിട്ടൂടെ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിടാനായിട്ട് മുന്നോട്ട് വന്നത്. എന്തായാലും ക്ഷീണ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ചെറിയ കൂലിപ്പണികൾക്കൊക്കെ പോകുന്നുണ്ട്. പയറ് പറിച്ച് എനിക്ക് കുറച്ച് പൈസ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകും. ഇപ്പം ഞാൻ കുറച്ചുകൂടി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. കുറച്ച് കാര്യങ്ങളും കൂടി എന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കേ.